സർവാധിനാഥനായ അല്ലാഹുവേ, നീ ഞങ്ങളുടെ സമ്മേളനം വിജയിപ്പിച്ചു തരണമേ. സമ്മേളനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കാരുണ്യ സിന്ധുവാമല്ലാഹുവിൻ തിരുനാമത്തിലോതുന്നു ദിവ്യമായ സൂക്തികൾ. ഇന്ത്യയിലെ ആദർശ ഇസ്ലാമിക പ്രസ്ഥാനം ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഔപചാരികമായ പ്രഖ്യാപനം ഏതാനും നിമിഷങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ തിരുനക്കര മൈതാനിയിൽ നടക്കുന്ന ഒരു സമ്മേളനത്തിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ സമ്മേളനത്തിന് മനുഷ്യരെ ഒരേകമായി കണ്ടുകൊണ്ട് ഒരേ ആത്മാവിൽ നിന്ന് മനുഷ്യ സമൂഹം ഇവിടെ രൂപം കൊണ്ടു. ആ അടിസ്ഥാനത്തിൽ തന്നെ മനുഷ്യരെ കണ്ടുകൊണ്ട് മനുഷ്യ സമൂഹത്തോട് സ്നേഹത്തോട് വർത്തിക്കുന്ന മനുഷ്യ സമൂഹത്തിന്റെ ജീവിക്കുന്ന ലോകത്തിന്റെയും മരിച്ചു പോകുന്ന ലോകത്തിന്റെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സംഘടന. ഈ ലോകത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി കോട്ടയം ജില്ലാ സമിതിയുടെ തീരുമാനപ്രകാരം ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന ശൂറയുടെ അംഗീകാരത്തോടുകൂടി ഡിസംബറിൽ നടക്കാനിരിക്കുന്ന കോട്ടയം ജില്ലാ സമ്മേളനത്തിന് സമ്മേളന പ്രഖ്യാപനമാണ് ഇപ്പോൾ നിർവഹിക്കപ്പെടാൻ പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അതിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുവാനും മുന്നോട്ട് വരണമെന്ന് ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എന്തെല്ലാം മഹത്തായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണോ ഈ സമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടിട്ടുള്ളത്.
അതിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളോടും കൂടി അല്ലാഹു അതിനെ വിജയിപ്പിച്ചു പെരുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമായി നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അരനൂറ്റാണ്ടിലധികം കാലമായി ഇന്ത്യൻ യൂണിയൻ നിലവിൽ വന്നതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന പേരിൽ ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ കർമ്മ പരിപാടികളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ഈ രാജ്യനിവാസികൾക്ക് സുപരിചിതമാണ്. തീവ്രവാദവും വിഘടനവാദവും അതുപോലെ തന്നെ ഭീകരവാദവും ഒക്കെ ഇസ്ലാമിക നിഷിദ്ധങ്ങളായ കാര്യങ്ങളായി തീർന്നു. തീവ്രവാദത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് തലക്കൽ മുതലത്തിയോൻ, തീവ്രവാദികൾ നശിച്ചു പോയിരിക്കുന്നു, അറ്റത്തു നിൽക്കുക എന്നതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിശക്തമായ ഭാഷയിലാണ് താക്കീത് നൽകിയിട്ടുള്ളത്. 28 തീയതികളിൽ അൽമാന നഗരയിൽ വെച്ച് നടക്കുന്ന സമ്മേളനം മാത്രമല്ല യഥാർത്ഥത്തിൽ സമ്മേളനം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ രാജ്യത്തിലെ മുഖമൂലകളിലെ മനുഷ്യസ്നേഹികളിലേക്ക്, നമ്മുടെ സഹോദരങ്ങളിലേക്ക് ഈ മഹത്തായ സന്ദേശമെത്തിക്കുവാൻ മുഴുവൻ സമയവും അതിനുവേണ്ടി നീക്കിവെച്ചുകൊണ്ട് കർമ്മരംഗത്തിറങ്ങണമെന്നോ ഈ സംസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരോട് പ്രത്യേകമായി ഞാൻ ആവശ്യപ്പെടുകയാണ്. കരുണാവാരത്തിലായ നമ്മുടെ പ്രവർത്തനങ്ങളെ ഇഹലോകത്ത് ഉത്കൃഷ്ടമായ ഫലവും പ്രതികരണങ്ങളും പരലോകത്തിനുമായ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ സമൂഹത്തിന്റെ പൊതുവിനെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ദുർഭരമായ ഭാരങ്ങൾ താഴെയിറക്കിവെക്കാൻ അവന്റെ കരചരണങ്ങളെ ബന്ധിച്ചിട്ടുള്ള ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വിമോചനത്തിന്റെ വഴിയിലേക്ക് അവനെ നടത്തുവാനാണ് ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളന ഉദ്ഘാടനം ചെയ്ത ജമാഅത്തെ ഇസ്ലാമിയുടെ ബഹുമാനിയായ സംസ്ഥാന അസിസ്റ്റന്റ് അമീർ ജനാബ് എന്നെ അബ്ദുൽ സാഹിബും മുഖ്യ പ്രഭാഷണം നടത്തിയ സംസ്ഥാന ശുപാർശം ഈ ആഴ്ചയിൽ സാഹിബും ഈ യോഗത്തിന് ആവശ്യം വിമാനത്തിന് ആവശ്യം ഉന്നതല രേഖപ്പെടുത്തുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ സംഭവങ്ങൾക്കും ഉന്നതല രേഖപ്പെടുത്തുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ജനാബ് VT അബ്ദുള്ള കോയ തങ്ങൾ ഏതാനും നിമിഷങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ ഈ വേദിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യമായി ഖിറാഅത്ത് സാദിഖ് ബിലാൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉദ്ഘാടന പ്രസംഗം നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമി ജില്ലാ നാളിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുള്ള കോയ തങ്ങൾ, സ്റ്റേജിൽ ഉപവിഷ്ടനായിരിക്കുന്ന ബഹുമാനപ്പെട്ട P. അബ്ദുൽ മജീദ്, സഹോദരായ ശ്രോതാക്കളെ, സഹപ്രവർത്തകർ, ജമാഅത്തെ ഇസ്ലാമി കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഏരിയ തല ഉദ്ഘാടന പരിപാടിയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അധ്യക്ഷത വഹിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി കാഞ്ഞിരപ്പള്ളി ഏരിയ സമിതിയുടെ ഓർഗനൈസറായ ബഹുമാനപ്പെട്ട P. അബ്ദുൽ ജബ്ബാറാണ്. ഈ യോഗത്തിലേക്ക് എന്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ വ്യക്തിയുടെ പേരിലും അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് എത്തിച്ചേർന്നിരിക്കുന്നത്
ജമാഅത്ത് ഇസ്ലാമി കോട്ടയം ജില്ലാ നാലിൻ എൻ.എ. മുഹമ്മദ് സാഹിബ് അവരാണ്. അദ്ദേഹത്തെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്ന പ്രഖ്യാപന നയങ്ങളെ സംബന്ധിച്ചും ആനുകാലിക സംഭവവികാസങ്ങളെ സംബന്ധിച്ചും വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട BT അബ്ദുള്ള കോയ തങ്ങളെയും ഞാൻ പ്രത്യേകമായ നന്ദിയിടത്തിൽ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ജില്ലാതല പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ഈ സംരംഭങ്ങൾ അല്ലാഹു വിജയിപ്പിച്ച് തരുമാറാകട്ടെ. പ്രചാരണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു പൊതുസമ്മേളനമാണിത്. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭം പ്രസ്ഥാനത്തെ സംബന്ധിച്ചും ഈ പ്രസ്ഥാനം ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങളെയും വീക്ഷണങ്ങളെയും സംബന്ധിച്ചും നമ്മുടെ ലോകവും രാജ്യവും മുഖ്യമായും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ശാശ്വതമായ പരിഹാരത്തിന് എന്തുണ്ട് വഴി എന്നതിനെപ്പറ്റി ഈ പ്രസ്ഥാനത്തിന് പറയാനുള്ളതെന്ത് എന്നതിനെ സംബന്ധിച്ചും ചർച്ചയാകാൻ പറ്റിയ ഒരു സാഹചര്യമാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മതസംഘടനകളുടെ സകല നേതാക്കന്മാരും രാപ്പകൽ ഭേദമില്ലാതെ ഓടിയാലും അവരുടെ പ്രവർത്തകരായ മുഴുവൻ പ്രവർത്തകരും അഹോരാത്രം അധ്വാനിച്ചാലും അവരുടെ എഴുത്തുകാരായ മുഴുവൻ എഴുത്തുകാരും പ്രസംഗകരായ മുഴുവൻ പ്രസംഗകരും എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലും അത് നമ്മുടെ മുഴുവൻ ജീവിതത്തെയും ഒരിക്കലും വന്ന് മുട്ടുകയില്ല എന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ മുസ്ലിമാണ് എന്നതുകൊണ്ട് ഞാൻ ഈ പറയുന്നതിൽ വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല. നിങ്ങൾ ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും സംഗതികൾ ഇതിനേക്കാൾ വലിയ അന്തരത്തിലൊന്നുമല്ല എന്ന് എല്ലാ മതസംഘടനകളുടെയും നേതാക്കന്മാരെക്കുറിച്ചും അവരുടെ പരിപാടികളെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നന്ദി രേഖപ്പെടുത്തുവാനായി എസ് നിസാർ അഹമ്മദ് സാഹിബ് ക്ഷണിച്ചു. പ്രചരണ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. ഈ യോഗത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നതാണ് എന്റെ ഡ്യൂട്ടി. ഇവിടെ അധ്യക്ഷത വഹിച്ച ജമാഅത്തെ ഇസ്ലാമി കാഞ്ഞിരപ്പള്ളി ഏരിയ ഓർഗനൈസർ P. അബ്ദുൽ ജബ്ബാർ സാഹിബ് അദ്ദേഹത്തിനും ഇവിടെ ഉദ്ഘാടനം നടത്തിയ ജനാബ് N.A. മുഹമ്മദ് സാഹിബ് കോട്ടയം ജില്ലാ രാവിലും അദ്ദേഹത്തിനും ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ ജനാബ് BT അബ്ദുള്ള കോയ തങ്ങൾ അവർക്കും എന്റെ സ്വന്തം പേരിലും പ്രസ്ഥാനത്തിന് കീഴിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام. കോട്ടയം ജില്ലാ സമ്മേളനം ഡിസംബർ 28-29 തീയതികളിൽ ഈരാറ്റുപേട്ട അൽമനാർ നഗറിൽ നടക്കുകയാണ്. പ്രസ്തുത സമ്മേളനത്തിന്റെ ഏരിയാതല പ്രചരണ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ചങ്ങനാശ്ശേരി ഏരിയ ഓർഗനൈസർ P.A. നൌഷാദ് സാഹിബാണ്. അദ്ദേഹത്തെ
ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജിന്നാലാമി എന്നെ മുഹമ്മദ് സാഹിബാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സകലാധിനാഥനായ അള്ളാഹുവിന്റെ കരുണാകടാക്ഷങ്ങൾ നമ്മളിൽ ഏവരിലും സദാസമയവും വർഷിക്കുമാറാകട്ടെ. ഈ യോഗത്തിന്റെ ലക്ഷ്യം നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ വരുന്ന ഡിസംബർ 28, 29 തീയതികളിൽ ഈരാറ്റുപേട്ട അൽമനാർ നഗറിൽ നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചങ്ങനാശ്ശേരി ഏരിയാതല പ്രചരണ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. സമ്മേളന പ്രഖ്യാപനം ജൂലൈ 26 കോട്ടയം തിരുനക്കര മൈതാനിൽ വെച്ച് ബഹുമാന്യനായ ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ MI അബ്ദുൽ അസീസ് സാഹിബ് അവർ നിർവഹിക്കുകയുണ്ടായി. ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹു ഈ സംരംഭം വിജയിപ്പിച്ച് പെരുമാറാകട്ടെ. 6 പതിറ്റാണ്ട് കാലമായി ഇന്ത്യയിൽ ഇസ്ലാമിക പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തിലുള്ള വ്യക്തികളുടെ മുമ്പിൽ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ യാതൊരു പരിഗണനയില്ലാതെ അവരിൽ നിന്ന് കാണാവുന്ന സംസാരിക്കാവുന്ന എല്ലാവരുടെയും അടുക്കൽ രാഷ്ട്രീയ നേതാക്കളുണ്ടാകും, സാംസ്കാരിക നേതാക്കളുണ്ടാകും, സാഹിത്യകാരന്മാരുണ്ടാകും, മതനേതാക്കളുണ്ടാകും. അങ്ങനെ സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകളിൽ ജീവിക്കുന്ന എല്ലാ വിഭാഗം ആളുകളിലേക്ക് കടന്നു ചെല്ലുകൊണ്ട് അവരെ എല്ലാവരുടെയും മുമ്പിൽ കിട്ടാവുന്ന മുഴുവൻ സന്ദർഭവും സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക്ക് പറയുവാനുള്ള സന്ദേശം അത് കൈമാറി പറയുന്ന അത്യന്തം വിനീതമായ ലക്ഷ്യമാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. സ്വാഗതം. ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കടമ. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി കോട്ടയം ഏരിയ ഓർഗനൈസർ ബഷീർ ഫാറൂഖി അവர்களാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ നാദിം NA മുഹമ്മദ് സാഹിബാണ്. NA മുഹമ്മദ് സാഹിബിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഹമീദ് വാണിയമ്പലം അവர்களാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ കോട്ടയം ജില്ലാ സമ്മേളനം ഡിസംബർ 28, 29 തീയതികളിൽ ഈരാറ്റുപേട്ട അൽമനാർ നഗറിൽ നടക്കുകയാണ്. എനിക്കിവിടെ നിർവഹിക്കാനുള്ളത് ഈ പൊതുയോഗത്തിന്റെ
ഈ ഏരിയയിൽ സമ്മേളന പ്രചരണത്തിന് തുടക്കം കുറിക്കുന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹു നമ്മുടെ സമ്മേളനങ്ങളും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ പരിപാടികളും വിജയിപ്പിച്ച് തരുമാറാകട്ടെ. ഈ പരിപാടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, സത്താവിന്റെ രക്ഷയും സമാധാനവും നമ്മിലേവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി അതിന്റെ കോട്ടയം ജില്ലാ സമ്മേളനം ഡിസംബർ 28, 29 തീയതികളിൽ ഇരാറ്റുപേട്ട അൽമനാർ നഗറിൽ സംഘടിപ്പിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തോടും രാജ്യനിവാസികളോടും പറയേണ്ടുന്ന കാര്യങ്ങൾ അതാത് സന്ദർഭത്തിൽ പറയുക എന്ന ദൗത്യമാണ് ഇതുപോലെയുള്ള പരിപാടികളിലൂടെ ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘർഷമില്ലാത്ത, സംഘട്ടനമില്ലാത്ത, ശാന്ത സുന്ദരമായ മനോഹരമായ ഒരു പ്രകൃതിയെ നമ്മൾ കാണുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രകൃതി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ് നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ ചിന്തയും നമ്മുടെ പ്രകൃതി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇലാഹുക്കും ഇലാഹും വാഹിദ്, അങ്ങനെയുള്ള നിങ്ങളുടെ ആ സൃഷ്ടാവ് അവൻ ഏകനാണ് എന്ന് ആ സൃഷ്ടാവ് തന്നെ നമ്മളോട് പറയുകയാണ്. ഈ സൃഷ്ടാവ് ഒരു പ്രാപഞ്ചിക വ്യവസ്ഥ സംവിധാനിച്ചു വെച്ചിരിക്കുന്നു. പ്രകൃതി നിയമം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഈ പ്രകൃതി നിയമം അനുസരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടികളും സഞ്ചരിക്കുന്നത് കൊണ്ട് അവിടെ ശാന്തിയുണ്ട്, സമാധാനമുണ്ട്. സൃഷ്ടാവിന്റെ വ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് അവന് മുന്നോട്ട് പോകാം, നിഷേധിച്ചുകൊണ്ടും അവന് മുന്നോട്ട് പോകാം. അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മനുഷ്യൻ സന്നദ്ധമാണോ എങ്കിൽ അവന് പ്രപഞ്ചത്തിന്റെ ശാന്തിയും ഈ പ്രകൃതിയുടെ സമാധാനവും ഉണ്ടല്ലോ, അതവനെ ഈ ഭൂമിയിൽ നേടിയെടുക്കാൻ സാധിക്കും. മരണാനന്തര ജീവിതത്തിലോ അവന് സ്വർഗം ലഭിക്കാൻ പോകുന്നു, അവന് ശാന്തി ലഭിക്കാൻ പോകുന്നു. അനശ്വരമായ അനുഗ്രഹത്തിന്റെ ലോകം സ്വന്തമാക്കാൻ അവന് സാധിക്കുന്നതാണ്. അതല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ നിയമത്തെ ധിക്കരിക്കാനാണ് അവൻ തീരുമാനിക്കുന്നതെങ്കിലോ തീർച്ചയായിട്ടും അവന്റെ ഇഹലോക ജീവിതം, ദുനിയാവിന്റെ ജീവിതം അസ്വസ്ഥപൂരിതമായിരിക്കും. إلا لمن ارتضى وهم من خشيته مشفقون. ഈ സമ്മേളനത്തിൽ സ്വാഗതം അംഗീകാരമാണ് നൽകാമ ഈ യോഗത്തിൽ ചോദിക്കുന്ന ബഹുമാനപ്പെട്ട നിങ്ങളുടെ ഈ സമ്മേളനത്തിലേക്ക് ആദ്യമായി സ്വാഗതം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമാഅത്തെ ഇസ്ലാമി കോട്ടയം ജില്ലാ സമ്മേളനം ഈ വരുന്ന ഡിസംബർ 28, 29 തീയതികളിൽ ഇരാറ്റുപേട്ട അൽമനാർ നഗറിൽ നടക്കുന്ന പ്രത്യേക സമ്മേളന പന്തലിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി മറ്റുള്ള മുഴുവൻ ഇസ്ലാമിക സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായി ഇസ്ലാമിനെ പരിപൂർണമായും ഈ ദേശ നിവാസികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ആദർശ ഇസ്ലാമിക പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും വളരെ വ്യവസ്ഥാപിതമായും ആസൂത്രിതമായും ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാന്യരായ വിശിഷ്ട അതിഥികളെ, സദസ്യരെ,
അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നമ്മിൽ സദാ വർഷിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യനും കരുണാവാരിധിയുമായ സർവാധിനാഥനായ അള്ളാഹുവിന്റെ നാമത്തിൽ ഈ സമ്മേളനം പൊതുയോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുക. ജമാഅത്തെ ഇസ്ലാമി ഒരു ഭീകര സംഘടനയല്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്രവാദ സംഘടനയല്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു വിഘടനവാദ സംഘടനയല്ല. വേദിയിലിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി കോട്ടയം ജില്ലാ നാവിൻ ജനാബിനെ മുഹമ്മദ് സ്വാഗത്, ഈ രാജ്യപ്പെട്ട ഏരിയ ഓർഗനൈസർ ശിവസാഗർ, ആദരണീയരായ രക്ഷിതാക്കള്, ബഹുമാനികളായ സഹോദരങ്ങള്, പ്രിയമുള്ള സുഹൃത്തുക്കള്, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ഈ പ്രഭാഷണം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സംഘമല്ല, സംഘടനയുള്ള ജമാഅത്തെ ഇസ്ലാമി. കോട്ടയം ജില്ലയിൽ തന്നെ ഏറെ മുസ്ലിങ്ങൾ തിരിപ്പാർക്കുന്ന ഈ ഈരാറ്റുപേട്ടയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരും അതിന്റെ പ്രവർത്തകരും വർഷങ്ങളായി നിങ്ങളുടെ മുമ്പിൽ ഉണ്ട്. ഇസ്ലാമിനോളം ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു വിഷയവും ഇന്ന് ലോകത്തില്ല. ഞാനിത് സൂചിപ്പിക്കാനുള്ള കാരണം ഇസ്ലാം തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ലോകത്ത് ഇസ്ലാമിന്റെ മൗലികത ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനം തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും കുപ്രചരണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്ന് മാത്രമല്ല, ഇതിന്റെ രണ്ടാമത്തെ ഒരു വശമുണ്ട്. ചരിത്രത്തിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാരുടെ ചരിത്രമെടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കും. അതത് കാലഘട്ടത്തിലെ ഭരണകൂടങ്ങളുടെയും സമ്പന്ന വർഗത്തിന്റെയും മതനേതൃത്വങ്ങളുടെയും ഭീകരമായ ആക്രമണങ്ങൾക്ക് വിധേയമാക്കപ്പെടാതെ ചരിത്രത്തിൽ ഒരു പ്രവാചകന്മാർക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. എനിക്ക് ഇവിടെ നിർവഹിക്കാനുള്ളത് ഈ ഏരിയയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാവാരിധിയുമായ സർവേശ്വരനായ അള്ളാഹുവിന്റെ നാമത്തിൽ ഈ പൊതുയോഗം പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം നൽകിയത് 1941-ലാണ്. ഇന്ത്യയിലെ പല സംഘടനകളെയും നിരോധിച്ച കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെയും നിരോധിക്കുകയുണ്ടായി. അതിന്റെ നേതാക്കളെ തുറുങ്കിലടക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. ബാബരി മസ്ജിദ് തകർന്നു വീണപ്പോൾ നിരോധിക്കുകയുണ്ടായി. അപ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്ക് ചോദിക്കാനുണ്ടായിരുന്നത് എന്ത് കാരണത്താലാണ് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചത് എന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ അങ്ങനെയുള്ള ആരോപണങ്ങളും സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ എല്ലാ സഹോദരങ്ങൾക്കും ഇസ്ലാമിന്റെ അഭിവാദ്യവും പ്രാർത്ഥനയുമായ ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്നുള്ള സന്ദേശം അറിയിക്കുകയും ആശംസിക്കുകയും ചെയ്യട്ടെ. എവിടെയാണ് ഗീതയുടെ സന്ദേശമുള്ളത്? എവിടെയാണ് ബൈബിളുള്ളത്? നിങ്ങൾക്ക് അമേരിക്കയിൽ കാണാൻ സാധ്യമാണോ?
പരമേശ്വര ഷറഫിന്റെ കയ്യിൽ ഖുർആാനുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ ഇസ്ലാം? അഫ്ഗാനിസ്ഥാനിലുണ്ടോ? അറേബ്യൻ ഭരണകൂടങ്ങളുടെ കയ്യിലുണ്ടോ? ഇന്ത്യയിലെ സംഘപരിമാരുടെ കയ്യിൽ ഗീതയും ഉപനിഷത്തും ഇതിഹാസങ്ങളുമുണ്ടോ? ഒരു തെറ്റിദ്ധാരണയും നിങ്ങൾക്ക് പാടില്ല. എന്റെ സഹോദരന്മാരോട് എനിക്ക് വിനീതമായി സൂചിപ്പിക്കാനുള്ളത്, ഒരു മതത്തെയും ഒരു പ്രത്യയശാസ്ത്രത്തെയും ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെയും വിലയിരുത്തേണ്ടത് അതിന്റെ കേവല ആളുകളെയും അനുഭാവികളെയും വെച്ചുകൊണ്ടല്ല, അതിന്റെ മൂല്യങ്ങളിൽ നിന്നുകൊണ്ട്. നിങ്ങൾക്ക് സനാതന ധർമ്മങ്ങൾ പഠിക്കണോ? അതിന് നരേന്ദ്രമോദിയും വാജ്പേയിയും RSSുമല്ല മാതൃക. അവരെ വെച്ചുകൊണ്ടല്ല നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ഇസ്ലാമിനെ പഠിക്കണോ? താലിബാനും അഫ്ഗാനിസ്ഥാനും പർവേസ് മുഷറഫും ഗൾഫ് ഭരണാധികാരികളുമല്ല അതിന്റെ മാതൃക. അവരെ വെച്ചിട്ടല്ല നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ ക്രൈസ്തവതയെ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ആന്റണി മുതൽ ജോർജ് ബുഷടക്കം അതിന്റെ പ്രതീകമല്ല. അവരെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരുടെയും പൊതുസ്വത്തായി, എല്ലാവരുടെയും പൊതു സ്വഭാവത്തിലുള്ള വസ്തുവായി എന്റെയും നിങ്ങളുടെയും കയ്യിൽ മുന്നിൽ നിൽക്കുന്ന വേദങ്ങളെയും ഇതിഹാസങ്ങളെയും സത്യസന്ധമായി ആത്മാർത്ഥമായി വായിക്കാനും പഠിക്കാനും നമ്മൾ സന്നദ്ധമാണ്. ദൈവത്തിന്റെ സൃഷ്ടികളാണ് പോൽ ഞാനും നിങ്ങളുമൊക്കെ. ഈശ്വരന്റെ സൃഷ്ടികളാണ് പോൽ, കർത്താവിന്റെ സൃഷ്ടികളാണ് പോൽ. എവിടെ കർത്താവ്, എവിടെ ദൈവം, എവിടെ ഭഗവാൻ, എവിടെ അള്ളാഹു? അവരോട് ചെയ്ത കരാറുകൾ എവിടെ? മതത്തിന്റെ ചടങ്ങുകളാണെന്ന് പറയുന്ന ചിലതൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണോ? എങ്കിലും വളരെ വിനീതമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങളുടെ മതവിശ്വാസം കല്ലുകച്ചവടം അനുവദിച്ചിട്ടുണ്ടോ? കല്ലുകച്ചവടം അനുവദിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മതവിശ്വാസം നിങ്ങൾക്ക് പരീക്ഷയുടെ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവാദം നൽകിയിട്ടുണ്ടോ? പുണ്യവാന്മാരുടെ കൂട്ടത്തിലായി ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്യണമേ. ഇവിടെ അധ്യക്ഷയായിരിക്കുന്നത് ഹിമാലയ വനിതാ വിഭാഗം ഏരിയ കൺവീനർ മുനീറ ബഷീറാണ്. അവരെ ഞാൻ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം എന്നാൽ ഈ ഇസ്ലാമിക പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പരിചയപ്പെടുത്താറുള്ളത്. സമൂഹത്തിനിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്കിടയിൽ ഈ സംഘടന വളരെയധികം ചരിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആദർശമാണ് ഈ സംഘടനയുടെ ആദർശം. ഈ രാജ്യപേട്ട അൽമനാർ നഗരിൽ വെച്ച് നടക്കുന്ന കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ പരിപാടിയുടെ ഒരു പ്രചരണ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സമ്മേളനത്തിന്റെ മുഖ്യ ലക്ഷ്യം ജില്ലയിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ശക്തി നൽകുക എന്നുള്ളതാണ്. അതായത് ഇസ്ലാമിനെ പറ്റി അതിന്റെ യഥാർത്ഥ രൂപത്തിൽ മുസ്ലിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അതോടൊപ്പം തന്നെ അമുസ്ലിങ്ങളായ സഹോദരന്മാർക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുക എന്ന മുഖ്യ ലക്ഷ്യത്തിലാണ് ഈ സമ്മേളനം കോട്ടയം ജില്ലയിൽ നടക്കാനിരിക്കുന്നത്. അള്ളാഹുവിനെ കീഴ്വടങ്ങിക്കൊണ്ട് അവന്റെ അടിമത്തം സ്വീകരിച്ചുകൊണ്ട് അവന്റെ വിധേയമായിക്കൊണ്ട് ജീവിക്കുന്നവർക്കാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ സമ്മേളനങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. ഓരോ പാർട്ടിക്കാരും തങ്ങളുടെ ആൾബലവും ശക്തിയും പ്രകടിപ്പിക്കുന്നതിനായി നാട്ടിലുടനീളം സമ്മേളനങ്ങളും പ്രകടനങ്ങളും ഘോഷയാത്രകളും ഒക്കെ സംഘടിപ്പിക്കുക പതിവാണ്. യഥാർത്ഥത്തിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്നോ അതെന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നോ അറിയാനോ പഠിക്കാനോ മെനക്കെടാത്തവരാണ് അധിക പേര്. കാരണം എന്നും വിമർശിക്കപ്പെടുന്ന, ഏവരും വിമർശിക്കുന്ന, എന്നും തെറ്റിദ്ധാരണകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഗണിക്കപ്പെടാറുള്ളത്. പ്രിയ സഹോദരിമാരെ, പ്രവാചകനറിയാമായിരുന്നു ഈ ആദർശം ആ സമൂഹത്തോട് ഉറക്കെ പറഞ്ഞാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, അതിന്റെ പേരിലുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, അതിന്റെ പേരിലുണ്ടാകാവുന്ന ആക്രമണങ്ങൾ, ഉപദ്രവങ്ങൾ, പീഡനങ്ങൾ
എല്ലാം പ്രവാചകൻ അറിയാമായിരുന്നു. ഈ പാതയിലേക്ക് കടന്നു വന്ന ആദ്യത്തെ വനിതാരത്നം ഖദീജ റളിയല്ലാഹു അൻഹ. അവിടെ നാമോദരങ്ങൾ അറിയണം. ഖദീജ ആരായിരുന്നു? അന്നാട്ടിലെ ഖുറൈശി പ്രമാണിമാരിൽ അല്ലെങ്കിൽ അറബികളിലെ പ്രമാണിമാരിൽ പെട്ട വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ഖദീജ. ഈ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ആദർശം എല്ലാവർക്കും അറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളതാണ്. അതിന്റെ ഗുണം എന്ന് പറയുന്നത് കാഞ്ഞിരക്കുരുവിൽ നിന്നുണ്ടാകുന്ന ഒരു മരത്തിന്റെ വിത്തിന് അതിന്റെ ഗുണമുള്ള വിത്തിന് മരത്തിന് അതിന്റെ ഗുണമുള്ളതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന വിത്തിന്റെ ഗുണം മുസ്ലിമിന്റെ ജീവിതത്തിൽ ഓരോ അണുവിലും ഉണ്ടാകണം. ഇതൊക്കെ സ്വാഗതം ആശംസിക്കുക എന്നതാണ്. അതിനായി മുഖ്യ പ്രഭാഷണത്തിനായി ഇവിടെ എത്തിയിരിക്കുന്ന സംസ്ഥാന സമിതി അംഗം ടീച്ചറിനെ ആദ്യമായി യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണല്ലോ. പക്ഷേ നമ്മുടെയാണ് അള്ളാഹു നമ്മുടെ സമൂഹത്തിലെയാണ് അള്ളാഹു ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ തന്നെയാണ് ഈ ഇതിന് ഏറ്റവും പിന്നിലുള്ളത്. അതുപോലെ നമ്മളോട് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രപഞ്ചം തന്നെ ഒരു തുറന്ന പുസ്തകമാണ്. സമ്മേളനത്തിന്റെ പ്രചരണോത്സവമാണ് ഈ ചെറിയൊരു വനിതാ സംഗമം. ഈ ജില്ലാ സമ്മേളനം കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമൂഹത്തിൽ ഇസ്ലാമിന്റെ സന്ദേശം ശരിയായ രീതിയിൽ അവതരിപ്പിക്കുക എന്നാണ്. അതോടൊപ്പം തന്നെ ആ മുസ്ലിം സഹോദരങ്ങളിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുക. കാരണം മനുഷ്യരെല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഏകനായ സൃഷ്ടാവിനെ അനുസരിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ജീവിക്കലാണ് മനുഷ്യരുടെ ബാധ്യത. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആ സൂറത്തിൽ പറയുകയാണ്, എല്ലാ ആഴ്ചയും തിങ്കളാഴ്ചയാവും വെള്ളിയാഴ്ചയാവും ഒക്കെ ഓതാറുള്ളതാണ്. എന്നിട്ട് അതിലെന്താണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലായോ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദൃഷ്ടാന്തങ്ങളെ ശാസ്ത്രീയമായി തെളിയിക്കുകയാണ് ചെയ്യുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒന്നും അറിയാത്ത മനുഷ്യന്മാരുടെ മുമ്പിലേക്കാണ് ഇത് വെച്ചത്, അല്ലെ? ഒന്നും അറിയില്ലായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒന്നും അറിയില്ലായിരുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് കിട്ടി. അദ്ദേഹം ആ നാട്ടിലേക്ക് ഇത് പറയുമ്പോഴും അവിടുത്തെ ജനങ്ങൾ മുഴുവനും നിരക്ഷരരായിരുന്നു. സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇവിടെ വന്ന് പറഞ്ഞപ്പോ ആരാണ് ഈ പുത്തംവാദി, ഈ പുത്തംപ്രസ്ഥാനക്കാരൻ ആരാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്രൂദ് അങ്ങോട്ട് വിളിപ്പിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയെ. രാജാവിന്റെ മുമ്പിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്ന് നിന്നപ്പോ ചോദിച്ചു, ആരാ ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് അറിയോന്ന്. ആരാണ് ഉണ്ടാക്കിയതെന്ന്? ഞാനാണ് ഉണ്ടാക്കിയത്. പിന്നെ നീ പറയുന്നുണ്ടോ വേറെ ആരെങ്കിലും ആണ് ഉണ്ടാക്കിയതെന്ന്? അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങോട്ട് ആ നമ്രൂദിന്റെ മുമ്പിലേക്ക് ഇട്ടു. എന്താണ് ഇട്ടത്? എന്റെ റബ്ബ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്ന, ഈ പ്രപഞ്ചമാകെ സൃഷ്ടിച്ചിരിക്കുന്ന എന്റെ രക്ഷിതാവ് സൂര്യനെ ഉദിപ്പിക്കുന്നത് കിഴക്ക് നിന്നും അസ്തമിപ്പിക്കുന്നത് പടിഞ്ഞാറുമാണ്. അതുകൊണ്ട് നിനക്ക് കഴിവുണ്ടെങ്കിൽ, നീയാണ് നിന്റെ സൃഷ്ടാവെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, ഈ സൂര്യനെ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കുകയും കിഴക്ക് അസ്തമിപ്പിക്കുകയും ചെയ്യൂന്ന് ചോദിച്ചു. പറ്റുമോ എല്ലാവർക്കും? പറ്റില്ല, അല്ലെ? പ്രപഞ്ചത്തെ അത്ര നന്നായി സൃഷ്ടിച്ചിട്ടാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും ഈ മനുഷ്യരോട് പറയുന്നു, ഹേ മനുഷ്യ, ഞങ്ങളെല്ലാം ഈ പ്രപഞ്ചം മുഴുവനും ഞങ്ങളെ സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്ന, ഞങ്ങൾക്ക് മാർഗദർശനം നൽകിയിരിക്കുന്ന ലോക രക്ഷിതാവിന്റെ മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങൾ അവൻ പറയുന്നതനുസരിച്ച് ജീവിക്കുന്നു. മനുഷ്യ, നീയും നിനക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി തന്നിരിക്കുന്ന നീയും നിന്റെ രക്ഷിതാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ജീവിക്കണമെന്ന് ഈ പ്രപഞ്ചത്തിലെ സകലമായ വസ്തുക്കളും മനുഷ്യരും. പ്രതിഫലനം പർദ അലങ്കാരമല്ല, സുരക്ഷിതത്വമാണ്. ഉള്ളിൽ പർദ വ്യത്യസ്ത വേഷങ്ങൾ, വ്യതിരിക്ത ഭാവങ്ങൾ. പർദ പർദ
ബഹുമാനപ്പെട്ട അധ്യക്ഷനാവിലെ സദസ്യരെ, സഹപാഠികളെ, മാതാപിതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഇസ്ലാമിന്റെ അഭിവാദനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. ഇസ്ലാം പുതിയ നൂറ്റാണ്ടിന്റെ മതം എന്ന വിഷയത്തിൽ ഏതാനും വാക്കുകൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആഗോളതലത്തിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഇസ്ലാം. ഇസ്ലാം കേവലം മതമല്ല, മുസ്ലിമായ മനുഷ്യന്റെ ഭരണഘടനയാണ്. മനുഷ്യ ജീവിതത്തിന്റെ അടി മുതൽ മുടി വരെയുള്ള എല്ലാ വിഷയങ്ങളിലും അത് സമഗ്രമായ വിധികളും നിയമങ്ങളും നൽകുന്നു. അതിന്റെ അടിസ്ഥാനം ഖുർആനും സുന്നത്തുമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി പറഞ്ഞു, തറത്തഫീകും അംറൈനി ലൻ തളില്ലു മാ തമസ്സകതും ബിഹിമാ കിതാബല്ലാഹി വസുന്നതി. രണ്ട് സംഗതികൾ നിങ്ങളുടെ മുമ്പിൽ വിട്ടുവച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അവയെ നിങ്ങൾ മുറുകെ പിടിക്കുക. അള്ളാഹുവിന്റെ ഗ്രന്ഥവും എന്റെ ചര്യയും അത്രേ അത്. ബഹുമാനമുള്ള അധ്യക്ഷനവറുകളെ, ആദരണീയരായ മാതാപിതാക്കളെ, സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ, മറ്റു സദസ്യരെ, അസ്സലാമു അലൈക്കും. മാനവലോകത്തിന്റെ മാർഗദർശിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് രണ്ട് വാക്കുകൾ കൊണ്ടാണെങ്കിലും നിങ്ങൾ അഭിനയിക്കാൻ ആഗ്രഹിച്ച അല്ലാഹുവിന് ആയിരമായ സ്തുതി. അൽഹംദുലില്ലാഹ്. മനുഷ്യകുലത്തിന്റെ ശരീരമായിരുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം തിരിഞ്ഞ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരിൽ പിന്തുടരുവിൻ, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാകുന്നു. അള്ളാഹുവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാമിന്റെ മുഖ്യ ലക്ഷ്യത്തിലൊന്നാണ്. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനുഭവം മനസ്സിലാക്കാൻ ഖുർആൻ പഠിപ്പിക്കുന്നു. ഗുജറാത്തിൽ വംശീയതയുടെ കരകലയിക്കുന്ന ഈ ദൃശ്യം എത്ര ദയനീയം. ദാഹിച്ചു പറയുന്ന കുറുനാത്മാവിനെ കുരുതി കൊടുക്കുന്നു ഈ ദയനീയാവസ്ഥ. ഇതാ സഹായഹസ്തങ്ങളുമായി കരുണകടാക്ഷവുമായി IRW വനിതാ പ്രവർത്തകർ കിരാറ്റുപേട്ട അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ചില കാരണങ്ങളാൽ സമ്മേളനം 2002 ഡിസംബർ 28-29 തീയതികളിൽ നിന്ന് 2003 ജനുവരി 18-19 തീയതികളിലേക്ക് മാറ്റി നിശ്ചയിക്കുകയുണ്ടായി. പതിറ്റാണ്ടിലേറെ കാലമായി വ്യവസ്ഥാപിതവും സമാധാനപരവുമായ മാർഗങ്ങളിലൂടെ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന കരുത്തുറ്റ ഇസ്ലാമിക വിപ്ലവ പ്രസ്ഥാനമായ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കോട്ടയം ജില്ലാ സമ്മേളനം ജനുവരി 18-19 തീയതികളിൽ ഈരാറ്റുപേട്ടയിൽ വെച്ച് ചേരുകയാണ്. പ്രസ്തുത സമ്മേളനത്തിലേക്ക് ജാതിമത ഭേദമന്യേ മുഴുവൻ ജനങ്ങളെയും ബഹുമാന ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇസ്ലാം പറയുന്ന മതമെന്ന് പറയുന്നത് മനുഷ്യന്റെ വ്യക്തിതലം മുതൽ സാമൂഹിക ബന്ധങ്ങൾ മുതൽ കുടുംബജീവിതം മുതൽ രാഷ്ട്രീയ മേഖലകൾ വരെ അതീശ ശക്തികൾ വരെ എത്തിച്ചേരുന്ന എല്ലാത്തിലും ദൈവത്തിന്റെ പരമാധികാരമെന്നുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു പരമാധികാരിയുമില്ല. ലോകത്ത് മനുഷ്യനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം തമ്പുരാനല്ലാതെ മറ്റൊരു അധിപതിയുമില്ല. കീഴ്പ്പെടാൻ അർഹനായ ആരുമില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം അത് മുന്നോട്ട് വെക്കുന്നത്.
നബിമാർക്ക് ശേഷം, പ്രവാചകന്മാർക്ക് ശേഷം ലോകത്ത് തെറ്റുവരുന്ന മുസ്ലിം സുഹൃത്തുക്കൾ അതിനോട് അല്ലാഹുവിന്റെ അടുത്തെത്തുമ്പോൾ നമുക്കെതിരെ അല്ലാഹുവിനെതിരെ തെളിവ് ബോധിപ്പിക്കാതിരിക്കാൻ മുസ്ലിം സമുദായത്തിൽ നിങ്ങൾ ഈ പണി ചെയ്യണം, നിങ്ങൾ ഈ പണി ചെയ്യണം. ഇതിന്റെ അഹമിയത്ത്, ഇതിന്റെ പ്രാമുഖ്യത്തെ ചോദിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ സമയം കിട്ടുമെങ്കിൽ ഈ സമയം മുതൽ നമുക്ക് പറ്റുന്ന രൂപത്തിൽ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഇസ്ലാം എത്തിക്കണം. അതോടൊപ്പം തന്നെ വളരെ മോശപ്പെട്ടിരിക്കുന്ന മുസ്ലിങ്ങൾ ശുദ്ധീകരിക്കുകയും ചെയ്യണം. സലാം അലൈക്കും വറഹ്മത്തുള്ളാഹ്. സലാം അലൈക്കും വറഹ്മത്തുള്ളാഹ്. കുട്ടിക്കും കട്ടിൽ കിടക്കുന്ന തള്ളയ്ക്കും സ്വൈരമായി കിടന്നിറങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ രാജ്യം എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ധർമ്മച്യുതിയിലും നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ഒരു സംവാദം നടത്തുക എന്നുള്ളത് വളരെയധികം അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നാം ഇവിടെ നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കുന്നു. നമ്മുടെ ഇന്നലകളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അത് സ്വപ്നം മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് സംശയിക്കുന്ന കാലം. എന്താണിപ്പോ നമ്മൾ അനുഭവിക്കുക എന്നത് ആനുകാലിക സംഭവങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ഇതിന്റെ പരിഹാരത്തെക്കുറിച്ച് ഒന്ന് ഉറക്കെ ചിന്തിക്കാൻ നാം തമ്മിലൊന്ന് പറയാനും പറ്റിയ ഒരു സന്ദർഭമായി ഇതിനെ നാം കാണേണ്ടത്. നമ്മൾ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ ചുവന്ന ഏടുകൾ എടുത്ത് പരിശോധിച്ചാൽ എത്രയോ വലിയ മനുഷ്യർ
അവരുടെ ജീവത്യാഗം കൊണ്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യം പോലും നമുക്ക് നഷ്ടമാകാൻ പോവുകയാണോ എന്നുള്ള ആശങ്ക ഓരോ ഇന്ത്യക്കാരുടെയും മനസ്സിലുണ്ട്. ഭാരതീയമായ കാഴ്ചപ്പാടുകളെ വികലമായി ചിത്രീകരിക്കുകയും ഭാരതത്തിന്റെ ഋഷീശ്വര പാരമ്പര്യത്തിൽ നിന്നും തുറന്നു വീണ പൈതൃകം ഉൾക്കൊള്ളുവാൻ തയ്യാറാകാത്ത വൈദേശികമായ വികാരങ്ങളും ഒരു സ്വദേശി വികാരത്തിലുപരി ഒരു വൈദേശികമായ വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ടും പൊരുതി നേടിയ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഭാരതത്തെ സംബന്ധിച്ച് പൊരുത്തതയുടെ തുടക്കം എവിടെ നിന്ന് എന്നും ചിന്തിക്കണം. രാഷ്ട്രീയക്കാരെ ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ജനങ്ങളെ ഏത് രീതിയിൽ ഓരോ ഗ്രൂപ്പിൽ കൊണ്ടുവരാം എന്ന് ചിന്തിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് തെറ്റായ ചിന്താഗതികൾ വളർത്തിവിടുന്നതുകൊണ്ടാണ് ഇന്ന് ഹൈന്ദവനും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ വേറെ വേറെയാണെന്ന് ചിന്തിക്കുന്നതിന് കാരണം. നമ്മുടെ വളർന്നു വരുന്ന ഈ കുഞ്ഞുങ്ങൾ ഓരോ രാഷ്ട്രീയത്തിന്റെ അതിപ്രസംഗം ഉണ്ടായിരിക്കണം. കുഞ്ഞുങ്ങളെ സമരത്തിനിറക്കി കാണുന്നതെല്ലാം എറിഞ്ഞ് നശിപ്പിച്ച് സമൂഹത്തെ മുഴുവൻ വീണ്ടും വീണ്ടും പട്ടിണിയിലേക്ക് ആക്കാനായിട്ടുള്ള മാർഗങ്ങളാണ് എന്നുള്ളത് പലപ്പോഴും കുഞ്ഞുങ്ങൾ ചിന്തിച്ചെന്ന് വരികയും അതിലൊരു നീതിബോധം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമുക്കിവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? ഒരാള് ഹൈന്ദവ മതത്തിലോ ക്രിസ്തു മതത്തിലോ ഇസ്ലാമിലോ എന്തും വിശ്വസിച്ചു കൊള്ളട്ടെ, മനുഷ്യനായി നമ്മൾ വളരണം. അത് അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് ആ സത്യദൈവത്തെ കാണാനായിട്ട് സാധിക്കൂ. വരുന്ന തലമുറയെ ഇത്തരം സെമിനാറുകളിലേക്ക് വരുന്ന തലമുറയുടെ പ്രതിനിധികളെ നമ്മൾ പങ്കെടുപ്പിക്കണം. അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. രാഷ്ട്രഭാരത സംസ്കാരം എന്തായിരുന്നു, ഇന്ത്യൻ ദേശീയത എന്താണ്, ഇന്ത്യൻ ദേശീയ പതാക കണ്ടാൽ ഈ അഭിമാനം പൂരിതനാകണം എന്ന് ചൊല്ലിക്കൊടുക്കാൻ, റിപ്പബ്ലിക് ദിനത്തിൽ അവനവന്റെ പേരുകളിൽ ദേശീയ പതാക ഉയർത്താൻ, സ്വാതന്ത്ര്യ ദിനത്തിൽ ആ ത്രിവർണ്ണ പതാക ഉയർത്താൻ എത്ര വളരുന്ന തലമുറയിൽ എത്ര ചെറുപ്പക്കാർ തയ്യാറാകുന്നു. ഞാനിന്നും ഉയർത്തുന്നുണ്ട്. ആളുകൾ ശക്തമായ ആൾക്കാർ അവർ ഓരോ ദിവസവും അവർ മുതൽക്ക് ബാക്കിയുള്ള എക്സ്പ്ലോയിറ്റ് ചെയ്യാം. ആ എക്സ്പ്ലോയിറ്റേഷൻ ഓരോ ജീവിക്കുന്ന ആൾക്കാർ ഇന്ന് നമുക്ക് ശക്തിയുള്ള എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അതുപോലെ മതം ഭൂരിപക്ഷമായിട്ട് ഏതെങ്കിലും സംഭവം വന്നുപോയെങ്കിൽ അറിയാതെ അവർ രോഗലക്ഷണം കാണിക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന അത്ര ആയുസ് ദൈവം എനിക്ക് തന്നാൽ ഭാവി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് ഈ കൂട്ടത്തിൽ ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇതൊരു അവസരമായി എന്റെ നാടിനെ കുറിച്ച്, എന്റെ കാലത്തെക്കുറിച്ച് എന്റെ മുതിർന്നവരായ ഭൂരിപക്ഷം ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയാം. ഇവിടെ ഒരാൾക്ക് മുസ്ലിം ആകാൻ ഇസ്ലാമിന്റെ ഹിന്ദു ആകാനും വേണ്ട, ക്രിസ്ത്യാനി ആകാനും വേണ്ട. മുഹമ്മദ് നബിയെ കുറിച്ച് പറയുമ്പോൾ പുള്ളിക്കാരനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന മുസ്ലിമിനെ എനിക്കറിയാം. ടെസ്റ്റുകൾ നടത്തണം. 12 കുപ്പി രക്തം വേണം, 12,000 രൂപ വേണം, 12 മാസം
കാശില്ലാത്തവർക്കായി ഞങ്ങൾ നടത്തുന്ന പുതിയൊരു സ്കീമാണ്. എന്താണെന്ന് വെച്ചാൽ മോളുടെ അച്ഛന്റെ ഒരു വൃക്ക ഞങ്ങൾ എടുക്കും. ഒരു മനുഷ്യൻ ജീവിക്കാൻ ഒരു വൃക്ക മതി. മോനെ, അച്ഛന്റെ എല്ലാ ചികിത്സാ ചെലവും കഴിഞ്ഞ് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ 1,00,000 രൂപയാണ് ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ തരാൻ പോകുന്നത്. പിന്നെ നിന്റെ ഭാവി ജീവിതം, വിദ്യാഭ്യാസം, വീട്ടു ചെലവ്, ഇത്രയും നല്ല ചാൻസ് വേറെ എവിടെ കിട്ടും? അച്ഛനോട് പറയും വേണ്ടാന്ന്. സൂര്യൻ ഉണരുകയായി പ്രകാശമായി പരൻ മനുഷ്യനേകിയ സുഭാഷിതങ്ങൾ ഉയരുകയായി തുടർന്നിടുന്ന മനാറിലേക്ക് ജനപ്രവാഹം തുടരുകയായി ജമാഅത്തെ ഇസ്ലാമി തന്നുടെ ജില്ലാ സമ്മേളനം തുടങ്ങുകയായി ജമാഅത്തെ ഇസ്ലാമി തന്നുടെ ജില്ലാ സമ്മേളനം തുടങ്ങുകയായി. സഹോദരന്മാരെ, കണ്ടില്ലേ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ കോലം? നാം ലോകത്തെ സംസ്കാര സമ്പന്നരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ജീവിക്കുന്ന ഈ നാടിന് ആകെ കൂടി പറയാനുള്ളത് കുറെ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികൾ, കുറെ പലിശ മുതലാളിമാർ, കുറെ കള്ളു കച്ചവടക്കാർ, പിന്നെ നമ്മളെയൊക്കെ വിറ്റ് കാശാക്കുന്ന കുറെ ഭരണക്കാര്. ഇവരെയൊക്കെ നമ്മൾ എത്ര കാലം സഹിക്കും? എന്തിനും വേണ്ട ഇവര് അതിരും വരമ്പും. നമ്മൾ അറിഞ്ഞത് ഈ കേരളത്തിന്റെ ദുഃഖപൂർണമായ അവസ്ഥാവിശേഷങ്ങളാണ്. രാജ്യവും സമൂഹവും അഭിമുഖീകരിക്കുന്ന നേരിടുന്ന പ്രശ്നങ്ങളിൽ എന്തൊക്കെ പരിഹാരം എന്നന്വേഷിക്കുന്ന ആധുനിക മനുഷ്യന്റെ മുമ്പിൽ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ മണ്ണടിഞ്ഞു തീർന്ന ഈ ശ്മശാന ഭൂമിയിൽ ആധ്യാത്മികതയുടെ തെറ്റായ രൂപങ്ങളിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നീതിയുടെ സത്യത്തിന്റെ ധർമ്മത്തിന്റെ പ്രവാചകന്മാരുടെ പാരമ്പര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ദൈവിക സന്ദേശത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ വിനീതമായി ക്ഷണിക്കുന്നു. ഒരു പുതിയ ചർച്ചയുടെ ലോകത്തിലേക്ക്, ഭഗവത്ഗീതയും വിശുദ്ധ ഖുർആനും വിശുദ്ധ ബൈബിളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ലോകത്തിലേക്ക്, ആധുനിക മനുഷ്യന്റെ സമസ്യകൾക്ക് പൂർണ്ണമാകുന്ന എന്തുണ്ട് പരിഹാരം എന്നുള്ള ചർച്ചയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ കോട്ടയം ജില്ലാ സമ്മേളനം ഈ രാജ്യഘട്ട അൽമനാറിൽ ജനുവരി 18, 19 തീയതികളിൽ നടക്കുമ്പോൾ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഭാഷയിൽ ഞങ്ങൾ നിങ്ങളെ സാദരം സാമോദം സാവേശം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ രാജ്യം ഇന്ന് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ അല്ലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതുമായ സാഹചര്യവും നമ്മുടെ കേരളത്തിലെ സൗത്ത് ഇന്ത്യയിൽ എന്ന് പറയാൻ നമ്മുടെ തെക്കേ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന സാഹചര്യം വളരെ വ്യത്യാസമുണ്ട്. സ്നേഹം കൊണ്ട്
സ്നേഹമില്ലാത്തവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാണ് ഈ എക്സിബിഷന്റെ ഒരു ലക്ഷ്യം. കേൾക്കുന്നതും കാണുന്ന വ്യത്യാസമുണ്ട്. കേൾക്കുന്നതിന് കുറച്ച് കേൾക്കും, ഇതിനൊക്കെ പോകും. പക്ഷെ കണ്ടു കഴിയുമ്പോൾ മനസ്സിൽ സ്ഥാപിച്ചിരിക്കും. അതിനുവേണ്ടിയാണ് ഈ എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് സംഘടിപ്പിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞൊരു സ്ഥലമെല്ലാം ഇതൊക്കെ ആവശ്യം. ഇയാൾക്ക് കണ്ടിട്ട് നമുക്കുള്ളതൊന്ന് ഷെയർ ചെയ്യണം. ഈ വരുവാനും ഇതിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് ഞാൻ വളരെ പ്രതിയാണ്. ഇത് വൻ വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതൊക്കെ മാത്രമല്ല, ഇതൊരു എക്സാമ്പിൾ ഫോർ ദ ഹോൾ വേൾഡ്, ലോകത്തിൽ മുഴുവൻ എക്സാമ്പിളായി. ആ കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ നാട്ടിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും അനുമതിയോടെ ഈ എക്സിബിഷൻ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം. പ്രപഞ്ചം വികസിച്ച് ഓസിലേഷൻ തിയറി, ഇത് സ്റ്റീഫൻ ഹോക്കിൻസിനെ കുറിച്ച് പറഞ്ഞ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന ഗ്രന്ഥത്തിനകത്ത് പറയുന്നുണ്ട്. ഖുർആനിനകത്ത് അത് 51-ാമത്തെ അധ്യായം 47-ാമത്തെ വചനത്തിൽ പറയുന്നത് ഉപരിലോകമായിട്ട് നാം അതിനെ ശക്തിയായി നിർമ്മിച്ചിരിക്കുന്നു. തീർച്ചയായും അതിനെ നാം വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രസന്റ് കണ്ടിന്യൂസിലാണ് ഖുർആനിന്റെ പ്രയോഗം. ഇത് ഓരോ ഓർബിറ്റുകളിലൂടെ എല്ലാ വസ്തുക്കളും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ പുതിയ ആറ്റം മുതൽ പ്രപഞ്ചത്തിലെ ലേറ്റസ്റ്റ് ആറ്റം മുതൽ എല്ലാം പ്രപഞ്ചത്തിലെ സർവ്വതും ചലിച്ചുകൊണ്ടിരിക്കുന്നു. കൗതുക വിചിത്ര അത്ഭുത വാർത്താ ഫോട്ടോ പ്രദർശനമാണ്. രക്തം കുടിക്കുന്ന സ്ത്രീയാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളൊരു കപ്പ് കാപ്പി കഴിക്കുന്നു. ഈ സ്ത്രീ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഒരു ഗ്ലാസ് മനുഷ്യരക്തം കുടിക്കുന്നു. ഒരു നോവലുള്ള കഥാപാത്രമൊന്നുമല്ല, സാധാരണ നമ്മളെപ്പോലെ വീട്ടിൽ താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇവര് രാവിലെ അച്ഛനും അമ്മയും ബ്ലഡ് ബാങ്കിൽ രക്തം ബുക്ക് ചെയ്യുന്നു. രാവിലെ എഴുന്നേറ്റാൽ ഒരു ഗ്ലാസ് മനുഷ്യരക്തം കുടിച്ചാൽ അവർ നോർമലായി നമ്മെപ്പോലെ സഞ്ചരിക്കും, ഇല്ല അവർക്ക് ഭ്രാന്തി വരും. കേരളക്കാരുടെ മുഖ്യ ഭക്ഷണം അരിയാണ്. ചോറ് കണ്ടാൽ നമ്മൾ വാരി വലിച്ചു തിന്നു, ചോറ് കണ്ടാൽ ഛർദ്ദിക്കും. ബഹുമാനായ യോഗാധ്യക്ഷൻ ജമാഅത്ത് ഇസ്ലാമി മേഖലാ നാദിം സാദിഖ് മൗലവി, ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും, മുഴുവൻ നാട്ടുകാർക്കും, ബഹുമാന്യ നേതാക്കൾക്കും, ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകർക്കും ഇട്ടവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്ക് ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ ഒരു തുറന്ന പുസ്തകം പോലെ സുതാര്യമാണ്. ഇസ്ലാമിനെ അതിന്റെ തനതായ രൂപത്തിൽ ജനസമക്ഷം സമർപ്പിക്കുക എന്നതാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഖ്യമായ കാര്യങ്ങളിലൊന്നും. ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഞങ്ങൾ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ദൈവത്തിൽ നിന്ന് അവതീർണമായ ദൈവിക വ്യവസ്ഥ ജനങ്ങൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കും. ജമാഅത്തെ ഇസ്ലാമി ആശയപരമായ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ മതവിശ്വാസികൾക്കിടയിലെങ്കിലും എത്രത്തോളം ആഴത്തിൽ ചെന്നിട്ടുണ്ട് എന്നുള്ളതിന് ഉത്തമ ദൃഷ്ടാന്തമായിട്ട് എന്ത് പറയാൻ കഴിയും? രംഗത്ത് അത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ സമുദായത്തിൽ കാണുന്ന പുരോഗമനപരമായ മുന്നേറ്റങ്ങൾക്ക് ഇതിലൊക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ നല്ല പങ്കുവഹിച്ചു. വിശേഷിച്ച് സ്ത്രീകളുടെ ഉന്നമനം, അതേപോലെ തന്നെ ലോക സംഭവങ്ങളുടെ നേരെ കൃത്യവും വ്യക്തവുമായ കാഴ്ചപ്പാടുകൾ വളർത്തൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ചിന്താരംഗത്ത് ജമാഅത്തെ ഇസ്ലാമി വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മൊത്തം മനുഷ്യരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. സമുദായത്തിന്റെ ആഭ്യന്തര സംസ്കരണത്തിലും അതോടൊപ്പം സമുദായത്തിന്റെ വ്യക്തിത്വത്തിന് നിദാനമായ, അസ്തിത്വത്തിന് നിദാനമായ ആദർശം മൊത്തം മനുഷ്യർക്കുള്ളതാണ്. അത് സാമുദായികതയുടെ തടങ്കലിൽ കിടന്ന് മറ്റുള്ളവർക്ക് നിഷേധിക്കപ്പെട്ടുകൂടാ. ഇസ്ലാം എന്നത് മൊത്തം മാനവതക്കുള്ളതാണ്. അത് മുസ്ലിം സാമുദായികതയുടെ തടങ്കൽ പാളയത്തിൽ അകപ്പെട്ടിട്ട് ഇതരന്മാർക്ക് നിഷേധിക്കപ്പെടുമ്പോൾ തെറ്റിദ്ധാരണകൾ പ്രചരിക്കും. ആ തെറ്റിദ്ധാരണകൾ ഒരു ബഹുമത സമൂഹത്തിൽ ആശയക്കുഴപ്പവും കാലുഷ്യവും ഉണ്ടാക്കും. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി സമുദായത്തിന്റെ സംസ്കരണത്തിനും അതോടൊപ്പം ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതിനും തുല്യ പ്രാധാന്യം കൽപ്പിക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. ഇതേക്കുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നവംബർ അവരുടെ കീഴിൽ ഉപേക്ഷരായിരിക്കുന്ന ബഹുമാനപ്പെട്ട നേതാക്കൾ, പ്രിയമുള്ള ഇതിനുള്ള ബഹുമാനപ്പെട്ട നേതാക്കൾക്കും മറ്റുള്ളവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നു സ്റ്റാൻഡി സഹായമാകുക വൃത്തികരണമാണ് വൃത്തികേട്ടിട്ടുള്ളത്. പ്രകാശത്തിലേക്ക് സമൂഹത്തെ നയിക്കുന്ന വൃത്തികരണം, അശാന്തിയിലേക്ക് സമൂഹത്തെ നയിക്കുന്ന വൃത്തികരണം. ഇങ്ങോട്ടെ ഈ സമ്മേളനം ഇവിടെ നടത്താൻ വേണ്ടി തീരുമാനിച്ചതും അതോടൊപ്പം തന്നെ ഈ വിജ്ഞാന ലേഖനത്തിന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കാൻ സാധിക്കും. കഴിഞ്ഞ 6 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ പ്രധാനമായ ഇന്ത്യൻ മാതൃകാരുടെ ജില്ലാ സമ്മേളനം നാളെയും നാളെയുമായി നടത്തുകയാണ്. വളരെ പെട്ടെന്ന് രൂപീകരിച്ച അല്ലെങ്കിൽ 3 ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മളിങ്ങനെ യാത്ര പോകാൻ ഇന്നലാണ് നിർദ്ദേശിക്കുകയും ഇതിന്റെ ഉത്തരവാദിത്തവും മറ്റും ക്രിയാത്മകനായിരുന്ന സാധനം കഴിക്കുകയും വളരെ ആത്മാർത്ഥമായി തന്നെ വളരെ നല്ല രീതിയിൽ നമ്മുടെ പ്രതീക്ഷ അപ്പുറം തന്നെ നല്ല സാധിച്ചു. വാക്കുകൾ കേട്ടുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചു പോവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇസ്ലാമിനെ എല്ലാ വിഭാഗ ജനങ്ങൾക്കും പരിചയപ്പെടുത്തിലൂടെ മാത്രമേ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം മനുഷ്യ മനസ്സിലെത്തിക്കാൻ സാധിക്കൂ എന്ന ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ജമാഅത്തെ ഇസ്ലാമി ആ പ്രസ്ഥാനത്തെയും അതിന്റെ പ്രവർത്തകരെയും ഏറെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും പ്രതികൂല സാഹചര്യത്തെ മാത്രം അതിജീവിച്ച് മുന്നോട്ട് വിശുദ്ധീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നതിന്റെ പ്രവർത്തകർ. ഈ സഭയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരന്മാരുടെയും ഈ ശ്രമങ്ങളെ പ്രവർത്തിക്കാൻ അള്ളാഹു ഒരു സാധ്യമായ അമലായി കബൂൽ ചെയ്യട്ടെ എന്നും ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ നന്ദിയായി ഹൃദയാർജനമായും അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു മാധ്യമമാണ് ക്യാൻസർ. അവർക്കാണ് കവിത മനസ്സിനെ വേഗങ്ങളിൽ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നത്.